ഇപ്പോൾ സമയം വൈകുന്നേരം നമ്മൾ നിൽക്കുന്നത് ഗ്വാളിയാർ റെയിൽവേ സ്റ്റേഷനിലാണ്. എങ്ങോട്ട് പോവുകയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിലോട്ട് തന്നെയാണ്. പക്ഷേ ഡയറക്റ്റ് ട്രെയിനൊന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ ചെന്നൈ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. വെള്ളിയാഴ്ച വൈകുന്നേരത്തെ രാജധാനിയിലാണ് ചെന്നൈ രാജധാനിക്കാണ് നമ്മൾ പോകാനായിട്ട് നിൽക്കുന്നത്. ചെന്നൈ രാജധാനി വെള്ളിയാഴ്ച കയറി കഴിഞ്ഞാൽ ശനിയാഴ്ച വൈകുന്നേരം 8:30 ആകുമ്പോഴത്തേനും നമ്മൾ ചെന്നൈ സെൻട്രലിൽ എത്തും. അപ്പോൾ ഞാൻ ഇതിനു മുന്നേ എൻ്റെ യൂട്യൂബ് ചാനലിൽ ട്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ അധികം വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിൻ യാത്ര ഇഷ്ടപ്പെടുന്ന കുറേ അധികം ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട് എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായത് ഇതിന് മുന്നത്തെ വീഡിയോസൊക്കെ ചെയ്തപ്പോഴാണ്. ട്രെയിൻ യാത്ര ഇഷ്ടപ്പെടുന്ന വെച്ച് കഴിഞ്ഞാൽ പല വ്യക്തികൾക്കും ട്രെയിനിൽ കേൾക്കുമ്പം തന്നെ അതൊരു പ്രത്യേക വികാരമാണ് അവർക്ക്. നമ്മൾ മലയാളികൾക്ക് ആനവണ്ടി ഒരു വികാരമാണ് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ട്രെയിൻ യാത്ര, ട്രെയിന് ഇതൊക്കെ പല ആൾക്കാർക്കും വികാരമാണ്. അപ്പം അതേ തുടർന്നാണ് ഞാൻ എങ്കിൽ പിന്നെ ഫേസ്ബുക്കിലും ഒരു ട്രെയിൻ യാത്രയുടെ വീഡിയോ ചെയ്തേക്കാം എന്ന് കരുതി ഞാൻ വീഡിയോ ഇടുന്നത്. അപ്പം ട്രെയിൻ യാത്ര ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. അപ്പം ഇത് നമ്മൾ കണക്ട് ചെയ്ത് പോവുകയാണ്. ഡയറക്റ്റ് ട്രെയിനിലല്ല, കണക്ഷൻ ട്രെയിനാണ്. ഗ്വാളിയാറിൽ നിന്ന് ചെന്നൈ, ചെന്നൈയിൽ നിന്ന് മധുര, മധുരയിൽ നിന്ന് കൊട്ടാരക്കര, അങ്ങനെയാണ് പോകുന്നത്. അപ്പം രാജധാനി ശനിയാഴ്ച ദിവസം 11 മണിയൊക്കെ ആകുമ്പോഴത്തേനും 11 മണി കഴിയുമ്പോഴത്തേനും വാറങ്കലെത്തും. ഒരു ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് ഒരു 2-2:30 ആകുമ്പോഴത്തേനും പിന്നെ വിജയവാഡ എത്തും. പിന്നെ രാത്രിത്തെ ഫുഡും എല്ലാം കഴിച്ച് കഴിഞ്ഞിട്ടിരിക്കുമ്പോഴത്തേനും ചെന്നൈ സെൻട്രലിൽ നമ്മൾ എത്തുന്നതാണ്. അപ്പോൾ ഈ പലയിടങ്ങളിലും ഇങ്ങനെ കയറി ഇറങ്ങി പോകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പ്രത്യേക രസമാണ്. നമ്മൾ ഒറ്റ ഇരിപ്പിനിങ്ങനെ ട്രെയിനിൽ ഇങ്ങനെ ഇരിക്കുക എന്നുള്ളത് ഇപ്പം ഭയങ്കര ബോറിങ്ങാണ്. അതുകൊണ്ട് തന്നെ എവിടെല്ലാം സ്റ്റേഷനുകൾ ഒരു കുറച്ചധികം സമയം പിടിച്ചിടുന്നുണ്ടോ അവിടെയൊക്കെ നമ്മൾ ചാടി പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി ഒന്ന് നിന്ന് അവിടുത്തെ കാഴ്ചകൾ കണ്ട് അങ്ങനെയൊക്കെയാണ് നമ്മൾ യാത്ര ചെയ്യാറ്. അത് നമ്മളെക്കാട്ടിലും അധികം ഇപ്പോൾ ഇഷ്ടം മക്കൾക്കും കൂടാണ്. അവർക്ക് എവിടെ ഏത് സ്റ്റേഷനിലാണോ സ്റ്റോപ്പ് ചെയ്യുന്നത് അവിടെ അവരും ഇറങ്ങി കുറച്ച് നേരം അവരും ആ യാത്ര എൻജോയ് ചെയ്യുന്നുണ്ട്. നേരെ മറിച്ച് അവർക്കത് ഇഷ്ടമല്ല, ഇല്ല ഞങ്ങൾ ഇറങ്ങുന്നില്ല, ഞങ്ങൾക്ക് വരണ്ട എന്നൊക്കെ പറഞ്ഞ് അവർ നിർബന്ധം കാണിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ യാത്ര ഭയങ്കര ബോറിംഗ് ആയിരിക്കും. പക്ഷേ മക്കളും അതനുസരിച്ച് നമ്മൾ എവിടെയൊക്കെ കയറി ഇറങ്ങുന്നുണ്ടോ അത് ഏത് രാത്രിയാണെന്നുണ്ടെങ്കിലും അവരും നമ്മുടെ കൂടെ ഫുൾ സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് യാത്ര ഇത്രയും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ നമ്മൾ ചെന്നൈയിൽ എത്തിയിരിക്കുകയാണ്. ചെന്നൈയിൽ വന്നു കഴിഞ്ഞാൽ ഈ A to B റെസ്റ്റോറൻറ്റിൽ നമ്മൾ മിക്കപ്പോഴും വന്നിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും ഫുഡ് കഴിക്കാറുണ്ട്. രാവിലെ ആണെന്നുണ്ടെങ്കിൽ A to B കിട്ടുന്ന ഗീ പൊങ്കലും സാമ്പാറും അവരുടെ ഒരു ചട്നിയുണ്ട്, പുതിന ചട്നി പോലത്തെ ഒരു ചട്നിയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ സാമ്പാർ വട, അതൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. A to B എപ്പോഴും നമ്മൾ ചെന്നൈ സെൻട്രലിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ A to B എന്തെങ്കിലും കഴിക്കാണ്ട് നമ്മൾ അടുത്ത ട്രെയിൻ കയറാറില്ല. ഇതിപ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ കുറച്ച് മക്കൾക്കൊക്കെ സ്വീറ്റ്സൊക്കെ വാങ്ങിച്ച് അതൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ എഗ്മോറിലോട്ടാണ് പോകുന്നത്. എഗ്മോറിൽ നിന്നാണ് നമുക്ക് അടുത്ത ട്രെയിൻ കയറാനുള്ളത്. അപ്പം നമ്മൾ സാവകാശം ഇറങ്ങി A to B ഫുഡും ഒക്കെ കഴിച്ച് അവിടുത്തെ ചായ ഭയങ്കര ടേസ്റ്റാണ്. ചായയും കോഫിയും നല്ലതാണ്, നല്ല നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ചായയും കോഫിയും ഒക്കെയാണ്. അതൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ എഗ്മോറിലോട്ട് പോവുകയാണ്. അതിനിടയ്ക്ക് ഒരു കാര്യം പറയാം, ഈ യാത്ര ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ലിമിറ്റഡ് ലഗേജുമായിട്ട് വേണം കയറാൻ. നമ്മൾ ഹെവി ആയിട്ട് ലഗേജും ഒക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ ഈ കയറി ഇറങ്ങി പോകുന്ന യാത്ര ഭയങ്കര മുഷിച്ചിലായിപ്പോവും. നമ്മൾ ഇപ്പോൾ 3 സീറ്റേ ഉള്ളൂ, ഞങ്ങൾ കൊണ്ടുപോകാറ് 3 സീറ്റിന് 3 ബാഗ്, ഇത്രയേ ഉള്ളൂ. അതും വലിയ ബാഗൊന്നുമല്ല. കുഞ്ചുവിനും കാഞ്ചിക്കും ആണെങ്കിൽ പോലും അവർക്ക് ആ ട്രോളി ഉരുട്ടിക്കൊണ്ട് പോകത്തക്ക വെയിറ്റേ നമ്മൾ അതിനകത്ത് വെക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ കയറി ഇറങ്ങി പോകുന്നത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവാറില്ല. നാട്ടിലോട്ട് പോകുമ്പോഴാണെങ്കിലും തിരിച്ച് വരുമ്പോഴാണെങ്കിലും നമ്മുടെ കയ്യിൽ ലിമിറ്റഡ് ലഗേജ് മാത്രമേ ഉണ്ടാവാറുള്ളൂ. അപ്പം ഈ കയറി ഇറങ്ങി പോകുമ്പോൾ ഈ ലഗേജ് പിടിച്ച് നടക്കുന്നത് നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കാറില്ല. അങ്ങനെ നമ്മൾ ചെന്നൈ സെൻട്രലിൽ നിന്ന് എഗ്മോറിലോട്ട് പോവുകയാണ്. ഒരു ഓട്ടോ പിടിച്ചിട്ട് എഗ്മോറിലോട്ട് പോവുകയാണ്. ചെന്നൈയിൽ രാത്രി യാത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ. അപ്പം രാത്രിയിലെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ നേരെ എഗ്മോർ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവുകയാണ്.
എഗ്മോർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നിട്ട് നമ്മൾ പിന്നെ പോകുന്നത് പാണ്ഡ്യൻ എക്സ്പ്രസ്സിലാണ്. പാണ്ഡ്യൻ എക്സ്പ്രസ്സിൽ മധുരയ്ക്കാണ് നമ്മൾ പോകുന്നത്. അപ്പം ഈ ചെന്നൈ നേരത്തെ ഞാൻ അങ്ങനെ അധികം ചെന്നൈയിൽ, ഇപ്പോൾ ഈ ഗ്വാളിയാറിൽ നിന്ന് നാട്ടിലോട്ട് പോകുമ്പം കണക്ഷൻ ട്രെയിനിൽ വന്നിട്ടാണ് ചെന്നൈ അധികവും ഞാൻ ഇപ്പം ഈ കണ്ടു തുടങ്ങിയത്. അതിന് മുന്നേ വരെ എനിക്ക് വലിയ ഇഷ്ടമൊന്നുമല്ലായിരുന്നു. പക്ഷേ ഇപ്പം ഈ ചെന്നൈ എന്ന് പറയുമ്പോൾ എനിക്കും ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ട ഒരിതാണ്, സ്ഥലമാണ്. ചെന്നൈയെ എനിക്ക് അധികവും ഇഷ്ടപ്പെടാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ റാം കെയർ ഓഫ് ആനന്ദി എന്ന് പറയുന്നൊരു ബുക്ക് വായിച്ചതോടുകൂടിയാണ് എനിക്ക് ചെന്നൈയെക്കുറിച്ച് കുറേ കാര്യങ്ങൾ അതിനകത്തുനിന്ന് കേൾക്കുകയും പല സ്ഥലങ്ങളുടെ പേരുകൾ പഠിക്കുകയും ഒക്കെ ചെയ്തതും ഒക്കെ ആ ഒരു ബുക്ക് വായിച്ചതുകൊണ്ട് മാത്രമാണ്. പിന്നെ ഏട്ടനും പണ്ട് തൊട്ടേ ഇങ്ങനെ ചെന്നൈ ഒരു ഭയങ്കര ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. അപ്പോൾ കല്യാണം കഴിഞ്ഞ നാൾ മുതലേ ഈ ചെന്നൈയെക്കുറിച്ച് ഇങ്ങനെ കേട്ട് എൻ്റെ ബ്ലഡിലും ഒരു ചെറിയൊരു ചെന്നൈ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അപ്പം നമ്മൾ ചെന്നൈയിലെ രാത്രി കാഴ്ചകളൊക്കെ കണ്ട് ഓട്ടോയിൽ ഇങ്ങനെ എഗ്മോർ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് നിൽക്കുകയാണ് കേട്ടോ. അപ്പം ഈ എഗ്മോർ റെയിൽവേ സ്റ്റേഷൻ ഓപ്പോസിറ്റായിട്ടൊരു വെജിറ്റേറിയൻ ഹോട്ടലുണ്ട്. ആ ഹോട്ടൽ നമുക്ക് പറഞ്ഞു തന്നത് നമ്മുടെ ഒരു ഫ്രണ്ടാണ്, അഞ്ജുവും സന്ദീപും. അപ്പോൾ അവർ ചെന്നൈ സെറ്റിൽഡ് മലയാളീസാണ്. അപ്പോൾ അവർ ഇങ്ങനെ പറഞ്ഞു അവിടെ ഒരു ഹോട്ടലുണ്ട്, നല്ല ഹോട്ടലാണ്, അവിടെ നിന്ന് പോയി ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രാവശ്യം നമ്മൾ അവിടെ നിന്ന് ഹോട്ടലിൻ്റെ പേര് ഞാൻ അങ്ങ് വിട്ടുപോയി, അല്ലെന്നുണ്ടെങ്കിൽ പറയാമായിരുന്നു, സരസ്വതി എന്നോ അങ്ങനെ എന്തോ മറ്റോ ആണ്. നല്ല ഹോട്ടലാണ്, അവിടെ നിന്ന് ഫുഡൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ രാത്രിയിൽ ചെന്നൈയിൽ നിന്ന് കയറി അടുത്ത ദിവസം രാവിലെ 5:30 നമ്മുടെ പാണ്ഡ്യൻ എക്സ്പ്രസ് നമ്മളെ മധുരയിൽ എത്തിച്ചിരിക്കുകയാണ്. അവിടെ നിന്ന് നമ്മൾ രാവിലെ തന്നെ 5:30 ആയപ്പോൾ എത്തി. രാവിലെ തന്നെ കുളിച്ച് ഫ്രഷായിട്ട് നേരെ മധുരൈ മീനാക്ഷി ക്ഷേത്രത്തിൽ നമ്മൾ തൊഴാനായിട്ട് പോവുകയാണ്. അവിടെ എന്തോ വിശേഷാൽ പൂജയും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ എന്തൊക്കെയോ പണികളൊക്കെ നടക്കുന്നുണ്ട്. എന്താണ് പറഞ്ഞതെന്ന് വലുതായിട്ട് വ്യക്തമായില്ല. അപ്പം നമ്മൾ ദർശനത്തിന് കയറുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ചായയും വടയൊക്കെ കഴിച്ചിട്ടാണ് കയറിയത്. കാരണം ക്യൂവിൽ നിന്ന് അധികം ഇച്ചിരി തിരക്കുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ക്യൂവിൽ നിന്ന് വിശന്ന് പോകണ്ടെന്ന് കരുതി ഫുഡൊക്കെ കഴിച്ചിട്ടാണ്, കൂടുതലെന്ന് വെച്ചാൽ ചായയും വടയൊക്കെ കഴിച്ചിട്ടാണ് കയറിയത്. അതിനുശേഷം ദർശനം കഴിഞ്ഞ് തിരികെ ഇറങ്ങി അതിനടുത്ത് തന്നെ ഉള്ള ഒരു ചെറിയൊരു ഹോട്ടൽ, അത് അവിടെ ഉള്ളവർ നമുക്ക് റെക്കമെൻഡ് ചെയ്തതാണ്. ആ ഹോട്ടൽ നല്ല ഫുഡാണ്, കുറേ നാളത്തെ പഴക്കമുള്ളൊരു ഹോട്ടലാണ്. അവിടെ ഉള്ളവർ തന്നെ വിളമ്പാൻ നിൽക്കുന്നവരും ക്യാഷിലിരിക്കുന്നവരും കുക്കുമാരും എല്ലാം കുറേ പ്രായമുള്ള കുറേ ആൾക്കാരാണ്. അപ്പോൾ അവർ അത്രമാത്രം കുക്കിങ്ങിൽ എക്സ്പേർട്ടാണെന്ന് നമുക്കവിടെ നിന്ന് ഫുഡ് കഴിക്കുമ്പം തന്നെ മനസ്സിലാവും. അത്ര രുചികരമായ ഫുഡായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ തിരികെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ട്രെയിൻ കയറുന്നതിന് മുന്നേ ആയിട്ട് അവിടെ നിന്ന് നമ്മൾ ചിക്കൻ ബിരിയാണി വാങ്ങിക്കൊണ്ട് കയറി. ചിക്കൻ ബിരിയാണിയും പിന്നെ ചിക്കൻ ഫ്രൈയും കൂടാണ്, ചിക്കൻ കബാബാണെന്ന് തോന്നുന്നു, കറക്റ്റ് ഓർമ്മയില്ല അതിൻ്റെ പേരെന്താണെന്ന്. അപ്പം അതും നമ്മൾ അവിടുന്ന് വാങ്ങി കയറുകയായിരുന്നു. കാരണം 11:30-ക്കാണ് ട്രെയിൻ. അപ്പം നമ്മൾ ഫുഡ് വാങ്ങിയിട്ട് കയറി കഴിഞ്ഞാൽ ട്രെയിനിലിരുന്ന് സാവകാശം നമുക്ക് ഫുഡൊക്കെ കഴിച്ച് പിന്നീടൊന്ന് കിടന്ന് ഉറങ്ങുകയൊക്കെ ചെയ്യാമല്ലോ. അങ്ങനെ ആ കടയിൽ നിന്നും ഫുഡ് വാങ്ങിച്ചു. അവിടെയുള്ള ആൾക്കാരൊക്കെ ഭയങ്കര നല്ല മനുഷ്യരായിട്ട് എനിക്ക് തോന്നി കേട്ടോ. എല്ലാവരുടെയും ഇടപഴകുന്ന രീതിയായാലും എല്ലാം ഭയങ്കര രസമായിരുന്നു. അങ്ങനെ ട്രെയിൻ കയറി ട്രെയിനിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നല്ലൊരു ഉറക്കം ഉറങ്ങി കേട്ടോ. പിന്നെ ഉറങ്ങി എണീക്കുമ്പോൾ കാണുന്നത് നമ്മളുടെ ട്രെയിൻ എത്തി നിൽക്കുന്നത് എവിടെയാണ്? ചെങ്കോട്ടയിലാണ്. അപ്പം നമ്മൾ മധുരയിൽ നിന്ന് കയറിയേക്കുന്നത് ഗുരുവായൂർ എക്സ്പ്രസ്സിനാണ് കേട്ടോ. മധുരൈ ഗുരുവായൂരിനാണ് നമ്മൾ കയറിയേക്കുന്നത്. അപ്പം ഉറക്കം എണ്ണീച്ച് കണ്ണു തുറന്ന് നോക്കുമ്പോൾ ചെങ്കോട്ടയാണ്. എനിക്ക് ഈ ഒരു കണക്ഷൻ, അതായത് വാളയാറിൽ നിന്ന് നിങ്ങൾക്ക് നാട്ടിലോട്ട് വരുമ്പം ഈ റൂട്ട് വരുമ്പോൾ ഏറ്റവും അധികം ഇഷ്ടമുള്ളൊരു സ്ഥലം എന്ന് പറയുന്നത്, പിന്നീട് ഞാൻ സീറ്റിലൊന്നും പോയി ഇരിക്കാറില്ല. ഞാൻ എപ്പോഴും ഈ ഒരു ഞാൻ മാത്രമല്ല, ഞാനും ഏട്ടനും മക്കളും ഒക്കെ നമ്മളിങ്ങനെ കാഴ്ച കാണാനായിട്ട് ഡോറിൻ്റെ അടുത്ത് വന്ന് നിൽക്കും. എന്നുവെച്ചാൽ ഭയങ്കര അമിതമായ സ്പീഡിലൊന്നുമല്ല ഈ ഒരു റൂട്ടിലൂടെ പോകുന്നത്. ഈ ചെങ്കോട്ട അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് അമിതമായ സ്പീഡിൽ പോകത്തേയില്ല. അപ്പം നമുക്ക് ഈ ഡോറിൻ്റെ സൈഡിൽ നിന്ന് നമുക്കിങ്ങനെ കാഴ്ച കാണാം. ഭയങ്കര ഭംഗിയാണ്. ഭയങ്കര ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വാക്കുകളിലൂടെ നിങ്ങൾക്ക് എത്രമാത്രം വ്യക്തമാവുന്നു എന്ന് എനിക്കറിയത്തില്ല. ഭയങ്കര ഭംഗിയാണ്. വയൽ, നെൽപ്പാടങ്ങളും
പിന്നെ തെങ്ങിൻ തോപ്പുകളും മാന്തോപ്പുകളും പലതരം കൃഷിയിടങ്ങളും പിന്നെ ഈ സഹ്യമലനിരകളാണല്ലോ ഒരു സൈഡിൽ, അതുമൊക്കെ കണ്ട് ഇങ്ങനെ കാഴ്ച കണ്ടുപോകാൻ ഭയങ്കര രസമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എപ്പോഴും കണ്ട് ഇതുപോലെ, ഈ മക്കളും ഇത് തന്നെ, അവർക്കും ഈ കാഴ്ച കണ്ടുപോകാൻ ഇഷ്ടമാണ്. അവരും വന്ന് ഇങ്ങനെ നിന്ന് കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്താണ് ഈ ഒരു യാത്ര പലപ്പോഴും പോകുന്നത്. അത് നാട്ടിലോട്ട് പോകുമ്പോഴായാലും തിരിച്ച് വരുമ്പോഴായാലും നമ്മളിങ്ങനെ ഈ ഒരു സ്ഥലമൊക്കെ ഇങ്ങനെ കണ്ട് എൻജോയ് ചെയ്താണ് പോകുന്നത്. കാരണം നമ്മുടെ മനസ്സിനെ ഭയങ്കരമായിട്ടൊരു മനസ്സിന് കുളിർമയേകുക എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ തന്നെ കണ്ണിന് കുളിർമയേകുക എന്നൊക്കെ പറയത്തില്ലേ, അതുപോലൊരു ഭംഗിയുള്ള സ്ഥലമാണ്. ഇതാണ് ഭഗവതിപുരം എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ നിന്ന് നമുക്ക് കാണുന്ന കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റെയിൽവേ സ്റ്റേഷൻ അതൊരു പ്രത്യേക ഭംഗിയുള്ള റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. ഒരു സൈഡിൽ ഇങ്ങനെ മലനിരകൾ, അടുത്ത സൈഡിൽ എന്താ പറയുന്നത് നെൽപ്പാടങ്ങളും തെങ്ങിൻ തോപ്പുകളും ഒക്കെ ആയിട്ട് ഭയങ്കര ഭംഗിയുള്ളൊരു സ്ഥലമാണ്. ഈ കാണുന്ന ഇതേ സ്പീഡിലാണ് ഈ ട്രെയിൻ ഇതുവഴി പോകുന്നത് എന്നുള്ളതാണ് എന്നെ അതിശയിപ്പിച്ച കാര്യം. കാരണം നമുക്ക് ആ പ്രകൃതി ഭംഗി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് പോകാൻ കഴിയും. സാധാരണ നമ്മൾ എക്സ്പ്രസ് ട്രെയിനുകളൊക്കെ ഇങ്ങനെ അടിച്ച് ചീറിപ്പാഞ്ഞ് പോവുകയാണ്, പലതും നമുക്ക് കണ്ണിൽ കാണാൻ പോലും പറ്റത്തില്ല. അങ്ങനെയാണ് ഭയങ്കര ഫാസ്റ്റായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ്, നമുക്ക് പലതും കാണാൻ പറ്റത്തില്ല. ദൂരെയുള്ള കാഴ്ചകളൊക്കെ കണ്ടു പോകാം എന്നുള്ളതല്ലാണ്ട് അടുത്തുള്ളതൊന്നും പലപ്പോഴും കാണാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഈ ഡോറിൻ്റെ സൈഡിലൊന്നും വന്ന് നിന്ന് കാണാനൊന്നും പറ്റത്തില്ല. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോറിൻ്റെ സൈഡിൽ നിന്നാലും നമ്മൾ വീണൊന്നും പോകുമെന്ന് പേടിക്കേണ്ട, കാരണം അത്ര സ്ലോവിലാണ് പോകുന്നത്. വീണാലും ചാടി ട്രെയിനിൽ കയറാം, അങ്ങനെ പറ്റത്തില്ല. അതൊരു തമാശയ്ക്ക് പറഞ്ഞതാണ്. എന്നാലും ഈ കാണുന്ന സ്പീഡിലാണ് ട്രെയിൻ യാത്ര ചെയ്യുന്നത്. ഞാൻ വീഡിയോ സ്ലോ ചെയ്തൊന്നും അല്ല കാണിക്കുന്നത്, ഇതേ സ്പീഡിലാണ് ട്രെയിൻ നമുക്കൊരു പുനലൂർ വരേക്കും ഇതേ സ്പീഡിലാണ് പോകുന്നത്. ഇതിലധികം സ്പീഡിൽ അത് പോകാറില്ല. കാരണം 2 എൻജിൻ വെച്ചിട്ടാണ് ഇത് മുന്നോട്ട് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഒരു എൻജിൻ പുറകിൽ നിന്ന് തള്ളുകയും അടുത്ത എൻജിൻ വലിച്ചുകൊണ്ട് പോവുകയും ചെയ്യുകയാണ്. സഹ്യമലനിരകളിലൂടെയാണല്ലോ പോകുന്നത്. അപ്പം ഈ ട്രെയിനിനെ വലിച്ചെടുത്തുകൊണ്ട് പോകാനുള്ള ത്രാണിയുള്ള 2 എൻജിൻ കൊണ്ടാണ് പോവാറ്. അപ്പം ചെങ്കോട്ടയിലാണ് ഈ ട്രെയിനിൻ്റെ എൻജിൻ ഘടിപ്പിക്കുന്നതും തിരിച്ചു വരുമ്പം ചെങ്കോട്ടയിൽ വന്നു കഴിയുമ്പം ഒരു എൻജിൻ ഉരുമാറ്റുകയൊക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അവിടെ കുറച്ച് സമയം കിട്ടും നമുക്ക്. അങ്ങനെ യാത്ര തുടരുകയാണ്. അതിമനോഹരമായ കാഴ്ച, അതും ഈ മാന്തോട്ടവും തെങ്ങിൻ തോപ്പുകളും അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടുപോകാൻ ഭയങ്കര രസകരമായ ഒരു യാത്രയാണ് ഈ റൂട്ട്. ഞാൻ യൂട്യൂബിൽ ഇട്ടേക്കുന്ന വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ട്രെയിൻ യാത്ര ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ റൂട്ടൊന്ന് പോകണം. നമ്മൾ ഈ AC കമ്പാർട്ട്മെൻറ്റിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഈ പറയുന്ന കണക്ക് അങ്ങനെ ഒരിടത്തിരുന്ന് കാണാനൊന്നും പറ്റത്തില്ല. നേരെ മറിച്ച് സ്ലീപ്പറിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇരിക്കുന്നിടത്ത് തന്നെ സീറ്റിലിരുന്ന് നമുക്കിത് എൻജോയ് ചെയ്ത് പോകാൻ കഴിയും. അത് കണക്ക് തന്നെ എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന, അതായത് ട്രെയിൻ യാത്ര ഇഷ്ടപ്പെടുന്നവരാണ്, പ്രകൃതി ഭംഗി ആസ്വദിച്ച് പോകാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നൊരു യാത്രയാണ് കൊങ്കൺ പാതയിലൂടെയുള്ള ട്രെയിൻ യാത്ര. അതും യൂട്യൂബിൽ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. കാണാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ കയറി കാണുക. അങ്ങനെ നമ്മൾ കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയേക്കുകയാണ്. സുരക്ഷിതമായ യാത്ര നമുക്ക് സമ്മാനിച്ചുകൊണ്ട് നമ്മുടെ മധുരൈ ഗുരുവായൂർ എക്സ്പ്രസ് മുന്നോട്ട് നീങ്ങുകയാണ്. നമ്മൾ കൊട്ടാരക്കരയിൽ വന്ന് ഇറങ്ങി. അപ്പം എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റിലൂടെ രേഖപ്പെടുത്താവുന്നതാണ്. ഇനിയും ഇത് കണക്ക് വല്ലോ വീഡിയോസ് നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻറ്റിലൂടെ പറയേണ്ടുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ, ബൈ.